നമസ്കാരം സാർ. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണെന്നും അന്വേഷിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കെതിരെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM അബ്രഹാം കത്ത് നൽകിയിരിക്കുകയാണ്. ഈ അബ്രഹാമിൻ്റെ ഈ ഒരു കേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാജിയിൽ ചെന്ന് അവസാനിപ്പിക്കുമോ സാർ? അതോ ഇനി സർക്കാരിന് അത്രയും വേണ്ടപ്പെട്ടവനാണോ ഈ ഒരു KM അബ്രഹാം? സാറിന് എന്താണ് തോന്നുന്നത്? വേണ്ടപ്പെട്ടവന്മാരെല്ലാം കൂടെ പിണറായിയെ മിക്കവാറും മുക്കും, വലിച്ചു വെള്ളത്തിൽ താക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. വേറെ നേരത്തെ ഒരു വേണ്ടപ്പെട്ടവർ ഉണ്ടായിരുന്നല്ലോ സ്വപ്ന സുരേഷുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടപ്പെട്ടവൻ അവസാനം വരെ ഈ പിണറായി വിജയൻ അയാളെ സംരക്ഷിച്ച് നാറാവുന്നതിന്റെ മൊത്തം അറിയാമല്ലോ. ഇതുപോലെ ഒരു പോസ്റ്റിലിരുന്ന ഒരു IAS കാരുണ്ടായിരുന്നു. എന്റെ പേര് ഞാൻ പറയുന്നില്ല, നാട്ടുകാർക്കെല്ലാം അറിയാം. അവസാനം അയാൾ അകത്ത് പോയി, വെളിയിൽ വന്ന് വീണ്ടും പോസ്റ്റിംഗ് കൊടുത്തിട്ട് പോയി. അന്ന് ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ് എന്ന് കണ്ട് സംരക്ഷിച്ചു എന്ന് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ധരിക്കാം. അല്ല, അഴിമതി നടത്തുന്ന പുള്ളിക്ക് വേണ്ടി അഴിമതി നടത്തി കൊടുത്ത ആളിനെ സംരക്ഷിച്ചു എന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് ധരിക്കാം. രണ്ടും ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അതുപോലെയാണ് KM അബ്രഹാം. ഇദ്ദേഹം ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ വന്ന കോടതി ഉത്തരവാണ് CBI അന്വേഷിക്കണം, അനധികൃത സ്വത്ത് സമ്പാദന കേസ്, അല്ലെങ്കിൽ അതിനകത്ത് പരാതിക്കാരൻ കൊടുത്തിരിക്കുന്ന തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ നേരത്തെ നടത്തിയ അന്വേഷണങ്ങൾ, ആഭ്യന്തര അന്വേഷണം, അല്ലാതെ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം, രണ്ടാമത് വിജിലൻസ് അന്വേഷണം ഒക്കെ അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് വേണ്ട വിധത്തിൽ അന്വേഷിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട് CBI അന്വേഷിക്കട്ടെ അയാളുടെ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന് പറഞ്ഞ് ഒരു വിധി വന്ന ഹൈക്കോടതി വിധിക്കെതിരെ അയാൾ അപ്പീൽ വാങ്ങിക്കുന്നേ. ഇയാൾ പറയുന്ന ഇയാൾക്കെതിരെ ജോസ്മോൻ അങ്ങനെ പുത്തമ്പുരയ്ക്കൽ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇത്തരത്തിൽ പൊതു താല്പര്യ ഹർജി കൊടുക്കുന്ന ആളാണ്, അയാളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞ ഇയാൾക്കെതിരെ ഗൂഢാലോചന നടത്തി. 2015 ഏതാണ്ട് ഇയാള് വൈദ്യുതി സെക്രട്ടറി ആയിട്ടിരുന്ന സമയത്ത് അയാൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കെതിരെ ഏതാണ്ട് നടപടി എടുത്തു. അതുകൊണ്ട് അദ്ദേഹം ഈ ഗൂഢാലോചന നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഒന്ന് രണ്ട് പേരുമായിട്ട് സംസാരിക്കുന്ന ഫോൺ ലിസ്റ്റും അല്ലെങ്കിൽ അത്തരത്തിൽ സപ്ത സന്ദേശം ഒക്കെ കയ്യിലുണ്ട്. അതിനിപ്പോ കേസ് വരും. വല്ലോന്റെയൊക്കെ സപ്ത സന്ദേശം പ്രൈവസി അല്ലെങ്കിൽ റെക്കോർഡ് ആക്കുന്നതിനൊന്നും ആർക്കും അനുവാദമില്ല, അതിപ്പോ കേസ് വരും. അത് മാത്രമല്ല, വേറെ ഒരാൾക്കെതിരെ ഈ പറയുന്ന എബ്രാഹിം എന്ന് പറയുന്ന ആളുകൾക്ക് സ്വത്തുണ്ട്. ആ സ്വത്ത് അനധികൃതമായിട്ട് ഉണ്ടാക്കിയതാണ്. അയാൾ സർക്കാർ സെർവന്റ് ആണ്. അത് നമുക്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് വേറെ ആൾക്കാരോട് സംസാരിക്കുന്നതിന് ഗൂഢാലോചന? ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഇയാളെ കൊല്ലുന്നതിന്, അല്ലെങ്കിൽ രാജ്യത്ത് കലാപം ഉണ്ടാക്കുന്നതിന്, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് എന്നൊക്കെ ആൾക്കാരെ തയ്യാറെടുപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അതിനെ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഗൂഢാലോചന വരും? അപ്പം ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ പുത്തമ്പുരയ്ക്കൽ ഒരു അഴിമതിക്കാരനാണ്, അയാൾക്ക് ഈ കേസുകൾ നടത്തുന്നതിന് എവിടുന്ന് ക്യാഷ് എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ഒരു പരാതി കൊടുത്ത് അയാൾ ഒരു സ്റ്റേറ്റ്മെന്റ്, എന്റെ ഭാര്യയുടെ നടത്തിയ പൈസ ഇടപാടിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എന്റെ സ്വത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് ഇതാരും പരിഗണിച്ചില്ല എന്നൊരു വ്യാജ പരാതിയിലൂടെ ഒരു IPS കാരനെ ഉപയോഗിച്ച് അന്വേഷണം നടത്തി ഇയാൾക്കെതിരെ നിൽക്കുന്ന പരാതിക്കാരെ ഒരുപക്ഷെ വിരട്ടുന്നതിന് വേണ്ടി ഗവൺമെന്റ് സംവിധാനവും ഇദ്ദേഹത്തിന്റെ പദവിയും ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണോ ഈ ഒരു പരാതി? അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടോ എന്നാണ് ഇപ്പൊ ജോസ് തോമസ് ചോദിക്കുന്നത്. അതായത് 2015 ഉണ്ടായ ഇയാൾക്കെതിരെ ഗൂഢാലോചന നടന്നു. അതിനുശേഷം പല കോടതികളും ഇദ്ദേഹം കുഴപ്പക്കാരനാണെന്ന് വിധിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ ഇതുവരെ എന്തുകൊണ്ട് ഈ പരാതിയുമായിട്ട് ഇയാൾ വെളിയിൽ വന്നില്ല? ഇയാൾ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ഈ പറയുന്ന മുഖ്യമന്ത്രി പോലെ ഉള്ളവരുടെ അടുപ്പക്കാരനും അല്ലെങ്കിൽ ഏതവസരത്തിലും ഏത് രീതിയിലും എവിടെയും പരാതി കൊടുത്താൽ ആ വലിപ്പത്തിൽ പരിഗണിക്കുന്ന ആളായിട്ടും ഇപ്പോൾ ഇയാൾക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് കോടതിയിൽ വന്നപ്പോൾ അതിനെ മറപിടിക്കുന്നതിനും അല്ലെങ്കിൽ അതിന്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാരെ സ്വാധീനം ഉപയോഗിച്ച് അല്ലെങ്കിൽ വിരട്ടി പുറകോട്ട് മാറ്റുന്നതിന് വേണ്ടി ആണോ ഈ പരാതി അല്ലെങ്കിൽ ഈ ഒരു അപ്പീൽ എന്നാണ് ഇപ്പം ആക്ഷേപമായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യമുണ്ട്, അനാവശ്യമായിട്ട് ആവശ്യമില്ലാതെ സംരക്ഷിക്കാൻ നിൽക്കുന്നത് പിണറായി വിജയന് നന്നല്ല. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം ചിലപ്പോഴൊക്കെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരായിട്ട് തോന്നിയിട്ടുള്ള ആൾക്കാരെ അമിതമായിട്ട് വിശ്വസിച്ച് സംരക്ഷിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ഏബ്രഹാം അത്ര നല്ല പുള്ളിയാണെന്ന് ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ല. ഇയാള് ഈ പറയുന്നു കഴിഞ്ഞ ദിവസം
ഇയാൾ കോടതി വിധിക്കെതിരെ അയാളുടെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ കിഫ്ബിയുടെ എന്തുകൊണ്ട് അവിടുത്തെ സ്റ്റാഫിന് ആവശ്യമില്ലാതെ കോടതി വിധി തെറ്റാണ് അല്ലെങ്കിൽ ശരിയല്ലെന്നുള്ളതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വീണ്ടും മുഖ്യമന്ത്രി അദ്ദേഹം നിങ്ങൾ പറഞ്ഞാൽ ആദരണീയനായ അങ്ങ് പറഞ്ഞാൽ അങ്ങ് ഏൽപ്പിച്ച ഈ പദവികളൊക്കെ അങ്ങയുടെ കാൽക്കൽ കൊണ്ടുവച്ചിട്ട് ഞാൻ സമർപ്പിച്ചിട്ട് പൊക്കോളാം, അല്ലാതെ ഞാൻ രാജിവെക്കത്തില്ല. അതായത് 4-5 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്, ഇവന്റെ ശമ്പളം എഴുതുന്ന ഇവനെയൊക്കെ ഇവനൊന്നും വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാം എഴുതുന്ന ഇവന്, അതിന്റെ കീഴിൽ ഇയാൾ തന്നെ ഒപ്പിടുക. 5 ലക്ഷം രൂപ ശമ്പളം ഇന്നാറാ KJ എബ്രഹാം, അരിയർ ഇന്നാറാ KJ എബ്രഹാം, അങ്ങനെ എഴുതി എടുക്കുന്നവനാ. അങ്ങനെ അയാളെന്തിനാ പിന്നെ രാജിവെക്കുന്നത്? IAS പെൻഷൻ ആയതിന്റെ പൈസ എല്ലാം കൂടാതെ അതിനെക്കാട്ടി കൂടുതൽ പൈസ മേടിച്ചിട്ട് കിഫ്ബിയുടെ CEO ആയിട്ട് ഇരിക്കുക. എന്നിട്ടാ ഇമാതിരി അഴിമതി നടത്തുന്നത്. പെൺപിള്ളയുടെ പേര് അനധികൃത സ്വത്ത് അല്ലെങ്കിൽ ഇടപാടുകള്, പൈസ ഇടപാടുകള്, അവിടെ ഇവിടെ സൂപ്പർ മാർക്കറ്റുകള്, ഇതൊക്കെ ഓരോരുത്തരും പരിശോധിച്ചതിന്റെ രേഖകളുമായിട്ട് കൊണ്ടു കൊടുത്തപ്പോൾ കോടതി അന്വേഷിക്കാൻ പറഞ്ഞത് വീണ്ടും സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനല്ല, അതിനുവേണ്ടി നിൽക്കുന്ന ആൾക്കാർ, അന്വേഷിക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ കുഴപ്പക്കാരൻ, അവരെ അഴിമതിക്കാർ, അവരുടെ പൈസ എവിടുന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നലെ അയാൾ പറയുന്നത് എനിക്കെതിരെ ഇതുപോലെ പല രീതിയിലും സുപ്രീം കോടതി കൊണ്ട് കൊടുത്താൽ ഞാൻ പൊതുതാൽപര്യ ഹർജി കൊടുക്കുന്നതിന്റെ പുറകിലുള്ള സോഴ്സ് അന്വേഷിക്കണം, അത് വിജിലൻസിനെ വെച്ച് അന്വേഷിപ്പിച്ചിട്ടുള്ളതാ, അത് വിജിലൻസിനെ വെച്ച് അന്വേഷിച്ചിട്ടുള്ളപ്പോ എന്റെ കയ്യിൽ എങ്കിലും ഒരു പൂക്കാണ്ട ഇല്ലെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള, നിങ്ങൾ എവിടെ വേണേലും കൊണ്ട് കൊടുത്തു. ഇതിനകത്ത് കോടതി അന്വേഷിക്കണം, ഇയാൾ പ്രതി എന്തിനാ ഇത്രയും വലിയ കാര്യം പറയുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറയും. അപ്പൊ നമ്മൾക്ക് പറയാനുള്ളത്, പിണറായിയുടെ രാജി ഒരുക്കുന്നതിന് വേണ്ടി KJ എബ്രഹാം തയ്യാറാവുന്നു. അങ്ങനെ ചില ആൾക്കാരുണ്ട്. നമ്മൾ ചില ആൾക്കാരെ സഹായിച്ചാൽ വെള്ളത്തിൽ വീഴുമ്പോൾ പിടിച്ചു താക്കുന്ന പോലെ, എന്നാ സഹായിച്ചവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കുഴപ്പം പറ്റി അവനങ്ങ് ഒഴിഞ്ഞു പോകത്തില്ല. അവൻ നമ്മളെ കയറി പിടിക്കും, നമ്മളെ കൊണ്ട് മുങ്ങും, നമ്മളെയും കൊല്ലും. ഇപ്പൊ ഇത് സംഭവിക്കാൻ പോകുന്നത് ഈ പിണറായി വിജയനെയും കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാ KJ എബ്രഹാം നോക്കുന്നത്. ഏതായാലും അകത്തു എന്നാ വാ കൊച്ചാട്ട, നമുക്ക് രണ്ടുപേർ കൂടെ എന്നുള്ള രീതിയിലേക്ക് ഉള്ള സിസ്റ്റം ആക്കുന്നത്. അപ്പം കൊച്ചാട്ടന് ഇതിനകത്ത് എന്തെങ്കിലും ഇടപാടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പിണറായി വിജയൻ ഇയാളെയൊക്കെ വീണ്ടും സംരക്ഷിച്ചു പോകുമ്പോൾ ഇടപാടില്ലെങ്കിലും നാട്ടുകാർ വിചാരിക്കും ഒരു പക്ഷെ ഇയാളുമായിട്ട് ഇയാൾ നടത്തിയ അഴിമതിക്കെല്ലാം കുടപിടിച്ചത്, കൂട്ടുപിടിച്ചത്, അല്ലെങ്കിൽ പിണറായിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വിചാരിക്കും ഇയാളെ നിർത്തിയാൽ. ഇല്ലെങ്കിൽ ഇയാളെ നിർത്തുമ്പോൾ പൊതുജനത്തിന് വിചാരിക്കുന്ന സംശയം ബലപ്പെടുന്നതാണ്. എന്തിനീ അഴിമതിക്കാരനെ നിർത്തുന്നു? ഇയാൾക്ക് മാത്രമേ ഉള്ളൂ IAS, ഇയാൾക്ക് എന്തോ ഏതാണ്ട് എക്സ്ട്രാ സംഭവങ്ങൾ ബാക്കിയുള്ള IAS-കാരനുള്ളതിനെക്കാട്ടി കൂടുതലുണ്ടോ? അപ്പൊ ഇയാളെ നിലനിർത്തി പോകുന്നതിന് വേണ്ടി പിണറായിക്ക് താല്പര്യമുണ്ട്, അതിനകത്തൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും പറയുന്നതിനകത്ത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ. എനിക്ക് മനസ്സിലാകുന്നത് ഈ പറയുന്ന KJ എബ്രഹാം ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അഴിമതിക്കാരനാണ്, അല്ലെങ്കിൽ അയാൾ കോടതിയിൽ തെളിയിക്കട്ടെ. ആ അഴിമതിക്കാരനായിട്ടുള്ള ആരോപണ വിധേയനായിട്ടുള്ള ആളിനെ വെച്ചുകൊണ്ട് നോക്കുന്ന പിണറായിക്കും ഇദ്ദേഹത്തിനെ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും താല്പര്യം കാണും. ഏതായാലും പിണറായിയെ കൊണ്ട് മറിയുന്ന ഒരു KJ എബ്രഹാമിനെയാണ് നമ്മൾക്കിപ്പം മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.